സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞതുപോലെ ലഹരി കേസുകളിൽ ശിക്ഷാവിധികൾ കുറയുകയാണ്. കഴിഞ്ഞ കൊല്ലം രജിസ്റ്റർ ചെയ്ത 27,000-ഓളം കേസുകളിൽ 3 എണ്ണത്തിന് മാത്രമാണ് ശിക്ഷ കിട്ടിയത്. 19,000 കേസുകൾ, 17,000 എന്ന് ഞാൻ പറഞ്ഞു, 19,000 എന്ന് തിരുത്തുന്നു. ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് പരിശോധനാ ഫലം FSL ലാബിൽ നിന്ന് ഫലം വരുന്നത് സമയത്ത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അത് വിചാരണയും കാര്യമായി ബാധിക്കുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ പ്രൈം ടൈം വിത്ത് SKL ചേരുകയാണ്. വിഷ്ണു, താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇത് വളരെ ഈ കണക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയും അതേപോലെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. ഗുഡ് ഈവനിങ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണക്കുകളിലെ വൈരുദ്ധ്യമാണ്. അതായത് 27,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഒരു വർഷം. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട 27,000 കേസുകളിൽ 3 കേസുകൾ മാത്രമാണ് ആ ഒരു വർഷം ശിക്ഷിക്കപ്പെടുന്നത്. ബാക്കി കേസുകളുടെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ലഹരി കേസുകളുടെ ഭൂരിഭാഗം കേസുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഈ FSL റിപ്പോർട്ട് വൈകുന്നത് എന്തുകൊണ്ടെന്നാണ്. FSL ലാബിൽ അയക്കുന്ന പരിശോധനാ ഫലം, ഇത് ഡ്രഗ്സിന്റെ ഏത് സ്വഭാവത്തിൽപ്പെട്ട ഡ്രഗ്സ് ആണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് FSL പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത്. പക്ഷേ പരിശോധനയ്ക്ക് വേണ്ടി അയച്ച ഡ്രഗ്സിന്റെ ഫലം വരാൻ ഏകദേശം 3 മാസവും 4 മാസവും 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പോലീസിന് അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനും കുറ്റപത്രം ഫ്രെയിം ചെയ്യാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ രജിസ്റ്റർ ചെയ്ത പല കേസുകൾ സാധാരണഗതിയിൽ 3 മാസത്തിലാണ് NDPS കേസുകളുടെ കുറ്റപത്രമൊക്കെ സമർപ്പിക്കാറുള്ളത്. പക്ഷേ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത പല കേസുകളിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളി FSL റിപ്പോർട്ട് വൈകുന്നതാണ്. ഇപ്പോൾ ഓം പ്രകാശ് പ്രതിയായ ഒരു കേസ്, ലഹരി കേസ് നമുക്ക് മുൻപിലുണ്ട്. അത് പിടികൂടിയത് ഏകദേശം 6 മാസം പിന്നിടുന്നു. ഇപ്പോഴും അതിൽ FSL റിപ്പോർട്ട് വരാത്തതുകൊണ്ട് കുറ്റപത്രം ആയിട്ടില്ല. അതോടൊപ്പം ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസ് നമുക്ക് മുൻപിലുണ്ട്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. FSL റിപ്പോർട്ട് വൈകുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ഈ FSL റിപ്പോർട്ടിന്റെ ഒരു ദൂഷ്യഫലം, അത് നിരപരാധികൾ പോലും ഇത് വൈകുന്നത് കൊണ്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷീല സണ്ണിയെ പോലുള്ള ആളുകൾ, കാസർഗോഡ് 2 പേർ ഈ മെത്തഫെറ്റമിൻ എന്ന് പറഞ്ഞ് പിടികൂടിയ 2 പേർ ജയിലിൽ കിടക്കുകയും പിന്നീട് അത് കൽക്കണ്ടമാണെന്ന് ഏകദേശം 5 മാസം 6 മാസം ജയിൽവാസത്തിന് ശേഷമൊക്കെയാണ് റിസൾട്ട് വരുമ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ FSL റിപ്പോർട്ട് നേരത്തെ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിൽ മതിയായ സ്റ്റാഫുകൾ ഇല്ലാത്തതാണ് അതിന്റെ ഒരു പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ മാത്രമേ ഈ NDPS കേസുകളിൽ കൃത്യമായി ശിക്ഷ വിധിക്കാനും കുറ്റപത്രം സമർപ്പിക്കാനും ഒക്കെ പോലീസിനും എക്സൈസിനും ഒക്കെ ഉള്ള അതിൽ അടിയന്തരമായ നടപടി വേണം. ഈ വർഷം ഈ ഓണ സമയത്തോടനുബന്ധിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പോലീസും എക്സൈസും കർശനമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. വളരെ അടിയന്തര പ്രാധാന്യം കിട്ടേണ്ട ഒരു കാര്യമാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. 27,000 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിൽ 3 കേസ് ശിക്ഷിക്കപ്പെടുക, അതെന്തൊരു കണക്കാണ്. അപ്പം ഈ FSL റിപ്പോർട്ട് താമസിപ്പിക്കുക, അതായത് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ട് താമസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. FSLൻ്റെ കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടൽ വേണം. ഈ അപരാധികളെ ശിക്ഷിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളം ഇതിൽ നിന്ന് മുക്തമാകാനുള്ള സാധ്യത പിന്നെയും കുറയുകയാണ്. നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ അക്ഷീണം പോരാട്ടം നടത്തുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് നമ്മൾ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്.